അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിൽ അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഹംസ സോസിസിനെ കുറിച്ച് ഏറെക്കുറെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ ആമസോണിലൊക്കെ ബെസ്റ്റ് സെല്ലറായിട്ട് വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകത്തെക്കുറിച്ചാണ്. അതേക്കുറിച്ചും നമ്മുടെ ഐഡിയൽ ഹ്യൂമൻ എന്ന നമ്മുടെ തീം ഇതിനൊറ്റൊക്കെ എങ്ങനെ കണക്റ്റ് ആകുന്നു എന്നതിനെക്കുറിച്ചുമൊക്കെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. പുസ്തകത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ദ ഡിവൈൻ റിയാലിറ്റി. ആ റിയാലിറ്റിയെക്കുറിച്ച് നമ്മൾ ശരിക്ക് മനസ്സിലാക്കുകയാണ്. ഗോഡ്, ഇസ്ലാം ആൻഡ് ദി മിറേജ് ഓഫ് എത്തിസം. ദൈവം, ഇസ്ലാം, അതുപോലെ തന്നെ നിരീശ്വരവാദത്തിൻ്റെ മരീചിക, അതൊക്കെ എന്താണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരു പുസ്തകമാണ് ഹംസ സോസിസിൻ്റെ ഡിവൈൻ റിയാലിറ്റി എന്നുള്ള ഈ പുസ്തകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നമ്മളെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം റഹ്മത്തുല്ലിൽ ആലമീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ നബി തങ്ങളിൽ നമുക്ക് വലിയ മാതൃകകളുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു വെക്കുകയാണ്. നമ്മൾ ഐഡിയൽ ഹ്യൂമൻ എന്നുള്ള വിഷയം അതിനെ പ്രതിനിധീകരിച്ച് റിസർച്ചുകാലം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റായിട്ട് നമ്മളൊക്കെ ഒരു ഐഡിയൽ ഹ്യൂമൻ ആവണം എന്നത് തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ചു പോരുന്നതും. ചരിത്രം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ലോകം തുടങ്ങിയത് മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഏറ്റവും വലിയ ഒരു ഐഡിയൽ ഹ്യൂമനായി നമുക്ക് മുമ്പിൽ ഒരു ഉദാഹരണമായിട്ട് നിലനിൽക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. അപ്പോൾ ആ റസൂലിനെ ജീവിതത്തിൽ ആവോളം പുൽകുകയും ആ അധ്യാപനങ്ങളെ ഏറ്റെടുക്കുകയും ചെയ്യുക എന്നുള്ളതാവണം നമ്മുടെ ദൗത്യം. ഈ കാലഘട്ടത്തിൽ ഭൗതികവാദവും നിരീശ്വരവാദവും ഒക്കെ ഉണ്ടായിട്ട് മനുഷ്യൻ്റെ യഥാർത്ഥ ഐഡൻറ്റിറ്റി എന്താണ്, സ്വത്ത് ബോധം എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എന്താണ് മനുഷ്യൻ്റെ യഥാർത്ഥ ഐഡൻറ്റിറ്റി, ഐഡിയൽ ഹ്യൂമൻ എന്ന കാഴ്ചപ്പാട് മനുഷ്യന് എന്താണ് മുന്നോട്ട് വെക്കുന്നത് എന്നത് ഈ പുസ്തകത്തിൻ്റെ ആമുഖങ്ങളിലും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളുകള്ളികളിലും കൃത്യമായിട്ട് ഹംസ സോസിസ് വിവരിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് എത്തീസം, അതിൻ്റെ ഒരു മരീചിക. നമ്മൾ ഒരു മരുഭൂമിയിലൂടെ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്തോ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമുണ്ട് എന്ന് നമുക്ക് തോന്നും, പക്ഷെ അവിടെ ഒന്നും ഉണ്ടാവില്ല. അതുപോലെയാണ് നിരീശ്വരവാദം. നിരീശ്വരവാദത്തിൽ എന്തോ ഉണ്ട് എന്ന് നമുക്ക് തോന്നിപ്പിക്കും, പക്ഷേ അതിൻ്റെ ഉള്ളു പൊള്ളയാണ്. ആ പൊള്ളയെ പൊളിക്കുന്ന തരത്തിലുള്ള ഒരു പുസ്തകമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് നിരീശ്വരവാദത്തെ അദ്ദേഹം 3 തരം കാറ്റഗറി ആക്കി പറയുന്നുണ്ട്. ഒന്ന്, ഒരു പ്യുവറായിട്ടുള്ള ഒരു എയ്ത്തിസം. ഇതിൽ അവർക്ക് കൃത്യമായിട്ടുള്ള വാദങ്ങളുണ്ട്. ദൈവത്തിൽ ഒരാൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല, ആ ഒരു ആർഗ്യുമെൻ്റ് കൃത്യമായിട്ട് അവർ ലോജിക്കലി ഒക്കെ പ്രൂവ് ചെയ്യാൻ തെളിയിക്കുന്നുണ്ട്. അങ്ങനെ ബോധ്യപ്പെട്ട് നിരീശ്വരവാദികളായിട്ടുള്ള ഒരു കൂട്ടർ. രണ്ടാമതൊരു വിഭാഗം അഗ്നോസ്റ്റിക്കുകളാണ്. നമ്മൾ അജ്ഞേയവാദികൾ എന്ന് പറയുന്ന സന്ദേഹികൾ, ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് സന്ദേഹമുള്ളവർ. ഇവരും നിരീശ്വരവാദത്തിൻ്റെ ഒരു കൂട്ടർ തന്നെയാണ്. മൂന്നാമതൊരു വിഭാഗം തെളിവുകളൊന്നുമില്ല, പക്ഷേ അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, അങ്ങനെ ഒരു വിഭാഗം. ഈ 3 വിഭാഗത്തെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഹംസ സോസിസിൻ്റെ അഭിപ്രായത്തിൽ ഈ അഗ്നോസ്റ്റിക്കുകൾ എന്ന് പറഞ്ഞ രണ്ടാമത്തെ വിഭാഗം, ഈ വിഭാഗമാണ് ഏറ്റവും കൂടുതലുള്ള വിഭാഗം എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, ഈ 3 വിഭാഗത്തെയും ഒരാൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, സമീപിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ഒന്നാമത്തെ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരുടെ ഒരു ഡിബേറ്റിന് വലിയ സ്കോപ്പുണ്ട്. അവർ ലോജിക്കലി ആർഗ്യുമെൻറ്റുകളൊക്കെ വെച്ച് ഇവിടെ ഈ ഒരു ലോകത്ത് പടക്കാൻ ഒരു ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു കൂട്ടർ. അവർ കൃത്യമായിട്ട് നമുക്ക് ആർഗ്യുമെൻറ്റുകൾ വെച്ച് നമുക്ക് അവരെ സമീപിക്കാൻ സാധിക്കും. രണ്ടാമത്തെ വിഭാഗത്തെയും അതേ രീതിയിൽ സമീപിക്കാൻ സാധിക്കും. അവരുടെ ആജ്ഞേയവാദം എന്നുള്ള വാദത്തിൽ അവരുടെ ആ ഒരു സന്ദേഹം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുത്ത്, ഇതിൻ്റെ ഒരു അനിവാര്യത മനസ്സിലാക്കി കൊടുത്ത് നമുക്ക് അവരെ വളരെ ലോജിക്കലി യുക്തിപൂർവ്വം നമുക്ക് അവരെ പൊളിച്ചെഴുതാൻ കഴിയും. മൂന്നാമത്തെ ഒരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു കേവല വിശ്വാസമാണ്. കേവല വിശ്വാസം എന്നുള്ളത് ദൈവമില്ല എന്നുള്ള അവരുടെ കേവല വിശ്വാസം.
അപ്പോൾ അവരോട് ചോദിക്കുക, അദ്ദേഹം പറയണം അവരോട് ചോദിക്കുക, എന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല? അപ്പോൾ അവർ പറയും പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല. അപ്പോൾ പ്രത്യേകിച്ച് തെളിവില്ലാത്ത ഒരു വിശ്വാസം, ആ വിശ്വാസത്തിൻ്റെ നിരർത്ഥകതയെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു 3 വിഭാഗവും ഒരുമിച്ച് വരുന്ന അല്ലെങ്കിൽ 2 വിഭാഗം വരുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഏത് തരത്തിലാണോ അവരുള്ളത് അതിനനുസരിച്ച് അവരെ ട്രീറ്റ് ചെയ്യുക എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഗോഡ് ഹെയ്റ്റ് അല്ലെങ്കിൽ മിസോത്തീസം എന്നൊക്കെ പറയുന്ന ഒരു വലിയൊരു സംഭവം ഇന്ന് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വയനാട്ടിൽ ചൂരൽമലയിൽ ദുരന്തം ഉണ്ടായപ്പോൾ ദൈവം എന്തുകൊണ്ട് ഇടപെട്ട് ഈ ദുരന്തം അവസാനിപ്പിക്കുന്നില്ല എന്ന് മനുഷ്യന്മാർ സോഷ്യൽ മീഡിയകളിലൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യുന്നു? ഗസയിൽ കുട്ടികൾ മരിക്കുമ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏതെങ്കിലും അത്ഭുത ശക്തിയിലൂടെ അവരിലേക്ക് ഭക്ഷണം എത്തിക്കാൻ ദൈവത്തിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അങ്ങനെ ദൈവത്തിൽ ഒരു ഹെയ്റ്റ് ഉണ്ടാവുക, ആ ഒരു കോൺസെപ്റ്റ്, മിസോത്തീസം എന്നുള്ള ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് വെക്കുകയാണ്. അപ്പോൾ ഇതിന് പ്രധാനമായിട്ടുള്ളൊരു കാരണം അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ദൈവത്തെ അവർ മനുഷ്യൻ എന്നുള്ളൊരു രൂപത്തിൽ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു വലിയൊരു ഡിഫറൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഖീദയിലും ഫിലോസഫിയിലും ഒക്കെ പഠിച്ചു വരുന്നത് ഈ ഒരു കാണുന്നൊരു വേൾഡ്, ഈ വേൾഡിൽ നിന്ന് വളരെ വിഭിന്നമായിട്ടുള്ളൊരു ലോകം നമ്മളുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ അനിവാര്യത നമ്മൾ മനസ്സിലാക്കുന്നു. ഈ അനിവാര്യതയെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും എങ്ങനെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അതിന് മനുഷ്യൻ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്, എന്താണ് മനുഷ്യൻ്റെ കരങ്ങളാലാണ് ഭൂമിയിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് എന്ന ഒരു വ്യൂ പോയിന്റിലൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കും. അതല്ലാതെ അള്ളാഹുവിന് തന്നെ തിന്മ അള്ളാഹുവിൻ്റെ സൃഷ്ടി തന്നെയാണ് എന്നുള്ള തിന്മ ഉണ്ടാക്കുന്നതും അവനാണല്ലോ, അങ്ങനെ ഒരു വിശേഷണം നമ്മൾ പറഞ്ഞു കൊടുക്കും. പക്ഷേ ഇത്തരത്തിലുള്ളത് പറഞ്ഞു കൊടുത്തത് കൊണ്ട് ഈ ഒരു പറയുന്ന വിഭാഗം യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിലേക്ക് ഒരാൾ ക്ഷണിക്കുകയാണെന്നുണ്ടെങ്കിൽ വരും എന്ന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവരെ വളരെ ലോജിക്കലി അവരുടെ വാദങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അവരെ പൊളിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം എന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഈ ഒരു എത്തീസത്തിൻ്റെ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു കാര്യം ഇതിൽ പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ, ചരിത്രപരമായിട്ട് ഒരുപാട് കാലം മുമ്പ് ഫിലോസഫി ആയിരുന്നു ലോകത്ത് എല്ലാ കാലഘട്ടത്തിലും നിലനിന്നിരുന്ന ഒരു വലിയൊരു പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതിനുശേഷം നിരീശ്വരവാദം ചെറുതായി ഉടലെടുക്കുകയാണ്. ഈ ഉടലെടുത്തിപ്പോൾ നമ്മൾ ഗസാലി ഇമാമിൻ്റെ കാലഘട്ടത്തിൽ 8-ാം നൂറ്റാണ്ടിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദഹരികൾ എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടായിരുന്നു. നമ്മൾ അക്കീദയിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും, ഹവാസ് സലീമ. ഇതിലൂടെ മാത്രം വിജ്ഞാനം ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്ന വിഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല ഇനങ്ങളിലുള്ള വിഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവർക്കൊന്നും ഒരു ലോജിക്കലി ഉള്ളൊരു ബേസ് ഉണ്ടായിരുന്നില്ല. പിന്നീട് പിൽക്കാലഘട്ടത്തിൽ ഡേവിഡ് ഹ്യൂമും അതുപോലെ തന്നെ വോൾട്ടേർ, ഇവരൊക്കെ ഇങ്ങനെയുള്ള ഫിലോസഫേഴ്സൊക്കെയാണ് ഈ ഒരു നമ്മുടെ എയ്ത്തിസത്തിന് ഒരു ലോജിക്കലി ഒരു ബേസ് നൽകിയത് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നിന്നാണ് എയ്ത്തിസം പിന്നീട് ഇങ്ങനെ വളർന്നു വരുന്നത്. അവിടെ നിന്ന് വളർന്നു വരികയും ഈ 1980 കാലഘട്ടങ്ങളിലൊക്കെ യൂറോപ്പിലൊക്കെ ക്രിസ്ത്യാനികൾ വലിയൊരളവിൽ നിരീശ്വരവാദത്തിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വലിയൊരു പ്രോബ്ലമായിട്ട് അവിടെയുള്ള ക്രിസ്ത്യാനികൾ, മതനേതാക്കന്മാർ, ഫിലോസഫേഴ്സ് ഒക്കെ കാണുകയാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്താ വെച്ചാൽ ഈ മിസോത്തീസം എന്ന് പറയുന്നൊരു സംഗതിയാണ്. ഡേവിഡ് ഹ്യൂം മുന്നോട്ട് വെച്ച ആശയം തന്നെ അതാണ്. ഈ പ്രോബ്ലം ഓഫ് എവിൾ, എന്തുകൊണ്ട് ഭൂമിയിൽ സഫറിങ്സ് ഉണ്ടാകുന്നു, ദൈവം ഇത് കാണുന്നില്ലേ എന്നുള്ള വലിയൊരു പ്രശ്നം. ഇപ്പോൾ നമ്മൾ നിരീശ്വരവാദികൾ എടുത്തു നോക്കുകയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഈ അവിടെ ഉത്തരേന്ത്യയിൽ നടന്ന ഒരു ഡിബേറ്റ് നമ്മൾ കണ്ടതാണ്. മുഫ്തി ഷമായിൽ നദ്വിയും അതുപോലെ തന്നെ ജാവേദ് അക്തറും തമ്മിലുള്ള ഡിബേറ്റ്. അവർ പല രീതിയിൽ ഉന്നയിക്കാൻ ശ്രമിച്ചു. അവസാനം ഏതൊരു നിരീശ്വരവാദിയും ചെന്നെത്തുന്ന അവസാനത്തെ പിടിവള്ളിയായിട്ട് ഗോഡ് ഹെയ്റ്റ് അല്ലെങ്കിൽ മിസോത്തീസം അതിലവർ കടിച്ചു തൂങ്ങി. അതവർ വളരെ ഇമോഷണലായിട്ട് അവതരിപ്പിക്കുകയാണ്. ഈ ഇമോഷണലായിട്ട് അവതരിപ്പിക്കുമ്പോൾ ആളുകൾ അതിൽ വീണു പോവാണ്. അപ്പം അങ്ങനെ വീഴ്ത്തി ജയിക്കാനുള്ള അങ്ങനെ ഒരു തിയറി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഡാർവിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡാർവിൻ യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു ക്രൈസ്തവ വിശ്വാസിയായിരുന്നു, ഒരു പാതിരിയായിരുന്നു. ഇദ്ദേഹം ഈ നിരീശ്വരവാദത്തിലേക്ക് വരാനുള്ള കാരണവും ഈ ഗോഡ് ഹെയ്റ്റ് എന്നുള്ള സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഒരു അസുഖം ഉണ്ടായപ്പോൾ ഭേദമില്ലാതെ മരണപ്പെട്ടു. അപ്പോൾ ഇതൊന്നും കാണാൻ ആളില്ലേ എന്നുള്ള ഒരു
ഒരു മനോഭാവത്തിൽ നിന്ന് അദ്ദേഹം നിരീശ്വരവാദത്തിലേക്ക് എത്തുകയാണ്. ഈ 1980-കൾക്കൊക്കെ ശേഷം പിന്നീട് 2001 സെപ്റ്റംബർ 11 നമുക്കറിയാം വേൾഡ് ട്രേഡ് സെൻറ്റർ അമേരിക്കയിൽ ആക്രമിക്കപ്പെട്ട കാലമാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു ടോക്കിൽ നമ്മുടെ അസ്അദ് ഒക്കെ പറഞ്ഞതുപോലെ ഹംസ യൂസഫ് ഈ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം ഉണ്ടായപ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ മതത്തിനെതിരെ വല്ലാതെ തിരിഞ്ഞു. അപ്പോൾ ഹംസ യൂസഫ് ഇടപെട്ടു. അദ്ദേഹമാണ് പിന്നെ അതിനൊരു ശാന്തത നൽകിയത്. ഇവിടെ ഇസ്ലാം പരത്തുന്നത് ഭീകരവാദമാണ്, തീവ്രവാദമാണ് എന്നുള്ളൊരു നരേഷൻ വലിയ രീതിയിൽ കൊണ്ടുവന്നു. എന്നാൽ അങ്ങനെ ആ തീവ്രവാദം അത് ഇസ്ലാമിൻ്റെ ഐഡിയോളജി അല്ല എന്ന് പറഞ്ഞു വെച്ചു. പക്ഷേ എങ്കിൽ പോലും നിരീശ്വരവാദത്തിലേക്ക് ഈ ഒരു വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം വഴി വലിയ രീതിയിലുള്ള ആളുകൾ ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതൊരു വലിയൊരു അവരുടെ ചലനങ്ങൾക്കും ഇന്ന് നമ്മൾ കാണുന്ന നിയോ തീയിസം എന്നുള്ള ഒരു മൂവ്മെൻറ്റിലേക്കും എത്തി എന്നുള്ള അതിൻ്റെ ആചാര്യന്മാരായിട്ട് നമ്മൾ കാണുന്ന റിച്ചാർഡ് ഡോക്കിൻസും സാം ഹാരിസും ഒക്കെ ഇന്ന് അതിൻ്റെ വലിയ ആചാര്യന്മാരായിട്ട് നിലകൊള്ളുകയും ഇവർ മുന്നോട്ട് വെക്കുന്ന ഈ ആശയത്തിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്യുകയാണ്. ശരിക്ക് ഇതിനൊക്കെ നോക്കുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷകൾക്ക് ഒരു സ്കോപ്പും ഇല്ല എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന് ഒരു കൃത്യമായിട്ടുള്ളൊരു പർപ്പസ് ഉണ്ട്. ഈ പർപ്പസ് എന്താണ് എന്ന് നമ്മളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അല്ലാഹു തആല നമ്മളോട് പറഞ്ഞൊരു പർപ്പസാണ്. ലോജിക്കലി നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. എന്നാൽ നിരീശ്വരവാദത്തെ സംബന്ധിച്ചിടത്തോളം ശരി തെറ്റുകളെ ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. അവർക്ക് എന്ത് പർപ്പസ് എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ ഞാൻ ഈ വസ്ത്രം ധരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചെറിയ വസ്ത്രത്തിലൂടെ ഞാൻ ലക്ഷ്യം വെക്കുന്നത് എൻ്റെ നാണം മറക്കുക എന്നുള്ളൊരു ചെറിയ ഉദ്ദേശമായിരിക്കാം. പക്ഷേ ഇത്രയും വലിയൊരു പ്രപഞ്ചം സൃഷ്ടിച്ചിട്ട് അതിനൊരു ലക്ഷ്യമില്ല എന്ന് പറയുന്നത് എത്രത്തോളം പൊള്ളയായിട്ടുള്ളൊരു വാദമാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ChatGPT, ജെമിനി ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന. അപ്പോൾ ഞാൻ ജെമിനിയോട് ഈ പ്രോബ്ലം ഓഫ് എബിളിനെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ നമ്മൾ പറയുന്നുണ്ടല്ലോ ആത്യന്തികമായിട്ടുള്ളൊരു നീതി നടപ്പാക്കണം എന്നുണ്ടെങ്കിൽ പരലോകം എന്നുള്ള ഒരു കോൺസെപ്റ്റ് അനിവാര്യമായേ തീരൂ. അപ്പോൾ ഇവരൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കുകയാണ്. നമ്മൾ പറയുന്നത് അതിൻ്റെ അനിവാര്യതയാണ്. ഇവിടെ ഹിറ്റ്ലർ 1000 ആളുകളെ കൊന്നു. ഇവിടെ ഭൂമിയിൽ ഹിറ്റ്ലറിനെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ എന്നുള്ളത് വേണമെങ്കിൽ ഒരു കൊലയായിരിക്കും. പക്ഷേ ഈ 1000 ആളുകളെ കൊന്നതിന് ഹിറ്റ്ലറിൻ്റെ അന്ത്യം എന്തോ അത് അള്ളാഹുവിൻ്റെ കയ്യിൽ. നമ്മളൊരു ഉദാഹരണത്തിന് പറയാം. ഇവിടെ നമുക്ക് പരലോകത്ത് അതിന് ഒരു തിന്മയ്ക്ക് പരിപൂർണമായിട്ടുള്ള അതിന് അളവിലുള്ള ശിക്ഷ കൊടുക്കാൻ കൃത്യമായിട്ട് കഴിയും. അത് ഭൗതിക ലോകത്തിന് അതിന് എന്തുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു വെക്കാം. അപ്പോൾ ഒരു കാര്യത്തിൻ്റെ ആവശ്യകത അതിൻ്റെ എക്സിസ്റ്റൻസിന് ഉദാഹരണമല്ല, അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് ഉണ്ട് എന്നതിന് തെളിവല്ല എന്ന് പറഞ്ഞു. അതിന് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞത്, ഞാൻ മരുഭൂമിയിലൂടെ നടക്കുകയാണ്, എനിക്ക് ദാഹമുണ്ട്. അപ്പോൾ എനിക്ക് ദാഹം എന്നുള്ളത് എൻ്റെ ഒരു അനിവാര്യതയാണ്. ആ ദാഹത്തിന് വെള്ളം കിട്ടുക എന്നുള്ളത് എനിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ്, നിർബന്ധമായിട്ടും കിട്ടേണ്ട ഒരു കാര്യമാണ്. ആ നിർബന്ധമായിട്ടും ഉണ്ടാകണം എന്നുള്ളൊരു സംഗതി മരുഭൂമിയിൽ വെള്ളം ഉണ്ട് എന്നതിന് തെളിവല്ലല്ലോ എന്നൊരു ചോദ്യം ചോദിച്ചു. നമുക്ക് ഈ ഒരു ചോദ്യത്തെ വളരെ സിമ്പിളായിട്ട് തന്നെ ഖണ്ഡിക്കാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ ലോകത്ത് വെള്ളം എന്നുള്ള ഒന്ന് ഉള്ളത് കൊണ്ടാണ് ദാഹം എന്നുള്ള ഒരു അവസ്ഥ നിലനിൽക്കുന്നത്. ലോകത്ത് ഭക്ഷണമുള്ളത് കൊണ്ടാണ് വിശപ്പുണ്ടത്. ഒരു ലൈംഗിക തൃഷ്ണ ഉള്ളത് കൊണ്ടാണ് പങ്കാളി ഉള്ളത് കൊണ്ടാണ് ലൈംഗിക തൃഷ്ണ ഉള്ളത്. അപ്പോൾ അവർ പറയുന്നത് അനുസരിച്ച് ഒരു അനിവാര്യത എന്നുള്ളത് എക്സിസ്റ്റൻസിന് കാരണമാകില്ല എന്നുള്ളത് വളരെ ബേസിക്കലി അവിടെ പൊളിയുന്ന ഒരു വാദമാണ്. നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഈ ടൂളുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് തന്നെ പ്രൂവ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു വെക്കുകയാണ്. പിന്നെ ഈ പുസ്തകത്തിൽ വളരെ പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കൊക്കെ ജീവിതത്തിൽ എന്തൊക്കെയോ ഒരു ലക്ഷ്യമുണ്ട്. ഈ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു വെക്കുന്നത് പോലെ വെറും ഒരു കളി തമാശക്ക് വേണ്ടിയിട്ടല്ല ഈ ലോകങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ എന്താണ് ആ ലക്ഷ്യം എന്ന് ഇദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അതിൽ അദ്ദേഹം ഒരു ഫ്ലൈറ്റിൻ്റെ ഉദാഹരണം എടുത്തു പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം ഞാൻ ഉറങ്ങി
രാത്രി ഉറങ്ങി എണീക്കുമ്പോൾ ഞാൻ വലിയ വിശാലമായിട്ടുള്ള ഒരു ഫസ്റ്റ് ക്ലാസ് ഫ്ലൈറ്റിലാണ് ഉണരുന്നത് എന്ന് സങ്കല്പിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഭക്ഷണങ്ങളുണ്ട്, വലിയ രുചിയുള്ള പാനീയങ്ങളുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ 3 ചോദ്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉയർന്നു നിൽക്കും. ആ ചോദ്യങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ എനിക്ക് എന്ത് ചെയ്യില്ല, ആ സുഖാസ്വാദനങ്ങളിൽ ഏർപ്പെടാൻ കഴിയില്ല. ബുദ്ധിയുള്ളൊരു മനുഷ്യന് അത് കഴിയൂല. അപ്പോൾ എന്തൊക്കെയാണ് ആ ചോദ്യങ്ങൾ എന്ന് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നതാണ്. ഞാൻ രാത്രി ഉറങ്ങി, എങ്ങനെ ഞാൻ ഈ ഫ്ലൈറ്റിലെത്തി? അപ്പോൾ ആരാണ് എന്നെ ഈ ഭൂമിയിലേക്ക് എത്തിച്ചത് എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. ഇതിന് പൈലറ്റ് ആരാണ്? ഇതെങ്ങോട്ടാണ് പോകുന്നത്? ഇതിൻ്റെ അന്ത്യം എന്താണ്? തുടങ്ങിയ ചോദ്യങ്ങൾ ഒരു മനുഷ്യൻ, ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ എന്തായാലും അതിനെ അഡ്രസ്സ് ചെയ്യണം എന്ന് അദ്ദേഹം ഇതിലൂടെ പറഞ്ഞു വെക്കുകയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഫ്രീ സ്ലേവ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയകളുടെയും ഈ ഒരു ടെക്നോളജിയുടെയും ഒക്കെ ഒരു അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയും ഇപ്പോൾ ദൈവത്തിൻ്റെ അടിമ എന്നുള്ള പ്രയോഗത്തിൽ പല ആളുകളും പറയുന്നു, അടിമ എന്നുള്ള പ്രയോഗം തന്നെ തെറ്റല്ലേ, നമ്മളൊരു അടിമ ഉടമ സമ്പ്രദായത്തിൽ ഇന്നും കഴിയേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ അടിമ എന്നുള്ള വിശേഷണം മനുഷ്യർക്ക് ഏറ്റവും മഹത്തരമാണ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഇദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. നമ്മൾ ഏതൊക്കെയോ അർത്ഥത്തിൽ ഇനി ദൈവത്തിൻ്റെ അടിമയല്ല, ഞാൻ ഒന്നിൻ്റെ അടിമയല്ല എന്ന് നമ്മൾ ധരിക്കുകയാണ് എന്നുണ്ടെങ്കിലും നമ്മൾ അടിമകളാണ്. ഇപ്പോൾ മനുഷ്യൻ ഇപ്പോൾ ചിലപ്പോൾ അഹങ്കാരത്തിൻ്റെ അടിമയായിരിക്കാം, ഒരു അഹന്തതയുടെ അടിമയായിരിക്കാം. നമ്മൾ ഇന്ന് കാണുന്ന സോഷ്യൽ മീഡിയകൾ, ഇൻസ്റ്റഗ്രാം ആകട്ടെ, ഫേസ്ബുക്ക് ആകട്ടെ, ഏതാണെങ്കിലും അതിന് കൃത്യമായിട്ടുള്ളൊരു ആൽഗോരിതം ഉണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ കാണുന്ന ഒരു റീലുകൾ, ഇത് എന്ത് വരണം, ഇവൻ്റെ മൈൻഡ് എങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ യുഗങ്ങളും ഈ ഒരു ഡിജിറ്റലൈസേഷൻ്റെ യുഗങ്ങളും മാറിയപ്പോൾ മനുഷ്യന് ഒരു അടിമയല്ല, പല കാര്യത്തിലും മനുഷ്യൻ പൂർണ്ണമായിട്ടുള്ള സ്വതന്ത്രനാണ് എന്നുള്ള കോൺസെപ്റ്റ് ഒരിക്കലും മുന്നോട്ട് വെക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. പിന്നെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. അത് നാസ്തികതയ്ക്ക് വിവരിക്കാൻ കഴിയാത്ത രീതിയിൽ പല മൂല്യബോധങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നാസ്തികതയെ സംബന്ധിച്ചിടത്തോളം, നിരീശ്വരവാദത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പദാർത്ഥങ്ങളുടെ ചലനങ്ങളും കൂടിച്ചേരലുകളൊക്കെയാണ്. ഇപ്പോൾ ഒരു ഗ്ലാസ് പൊട്ടി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പൊട്ടി, അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ കൈ ഒരാൾ ഒടിച്ചു, ഇത് തമ്മിൽ എന്ത് ഡിഫറൻസാണ് കാണാൻ കഴിയുക? അപ്പോൾ അവർ പറയും ധാർമ്മികത അല്ലെങ്കിൽ നൈതികത ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസിലൂടെ നമ്മുടെ യുക്തി ചിന്തിച്ച് കിട്ടുമല്ലോ എന്ന് അവർ പറയും. എക്സ്പീരിയൻസിലൂടെയാണ് കിട്ടുന്നത് എന്ന വാദം ഒരിക്കലും ശരിയല്ല. കാരണം ഒരു മനുഷ്യന് ഈ നൈതിക ബോധവും ധാർമ്മിക ബോധവും അവന് ഉള്ളിൽ വെച്ചു കൊടുത്തിട്ടല്ലാതെ എക്സ്പീരിയൻസിലൂടെ അവർ കിട്ടും എന്ന് പറയുന്നതിനൊരു ഉദാഹരണം അവർ പറഞ്ഞു വെക്കുന്നത്, ഞാനിപ്പോൾ കാളികാവിൽ നമ്മുടെ ക്യാമ്പസിൻ്റെ ഫ്രണ്ടിൽ ഗേറ്റിൽ നിന്നു. അടക്കാക്കുണ്ടിലേക്ക് പോകുന്ന കുറച്ച് ബസ്സുകളുണ്ട്, അടക്കാക്കുണ്ട് ബോർഡ് ചെയ്ത് കാളികാവിലേക്ക് പോകുന്ന ബസ്സുകളുണ്ട്. എന്നോടൊരു മനുഷ്യൻ വന്ന് ചോദിക്കുകയാണ്, അടക്കാക്കുണ്ടിലേക്ക് ഏത് വഴിയാണ് പോവുക? അപ്പോൾ ഞാൻ കണ്ടു അടക്കാക്കുണ്ടിലേക്ക് പോകുന്ന ബസ്സുകൾ ഈ റൂട്ടിനാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസിലൂടെ പറയാൻ കഴിയും അടക്കാക്കുണ്ടിലേക്ക് പോകുന്ന ബസ്സുകൾ ഇതിലൂടെയാണ് പോകുന്നത്. അപ്പോൾ എക്സ്പീരിയൻസിലൂടെ മനുഷ്യന് ലോജിക്ക്, അവൻ്റെ യുക്തി കിട്ടും, അവന് റീസണിങ് ഉണ്ടാവും എന്ന് അവർ പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഹംസ സോസിസ് അതിന് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണത്തിലൂടെ അത് പൊളിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, എൻ്റെ കയ്യിൽ 50 മോഡിപ്പസ് ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മോഡിപ്പസ് ഇതിൻ്റെ അർത്ഥം കിട്ടിയോ? സ്വാഭാവികമായിട്ടും കിട്ടിയിട്ടുണ്ടാവില്ല, കാരണം അങ്ങനെ ഒരു വാക്കില്ല. അപ്പോൾ 50 മോഡിപ്പസ് ഉണ്ട്, അതിൽ 4 എണ്ണം വെള്ളയാണ്. അപ്പോൾ മനുഷ്യന് ചിന്തിക്കുകയാണ് 50 മോഡിപ്പസ് ഉണ്ട്, 4 എണ്ണം വെള്ളയാണ്. അപ്പോൾ ശതമാനക്കണക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇത്ര 0.5% മോഡിപ്പസ് അതിൽ വെള്ളയാണ്. അപ്പോൾ ഇല്ലാത്തൊരു കാര്യത്തിൻ്റെ ലോജിക്ക് നമുക്ക് അവിടെ എങ്ങനെ കണ്ടെത്താൻ കഴിയുന്നു? അപ്പോൾ എക്സ്പീരിയൻസിലൂടെ ഈ റീസണിങ് എക്സ്പീരിയൻസിലൂടെയാണ് എന്ന് പറയുന്ന അവരുടെ ഒരു വാദം, അത് അദ്ദേഹം ഇല്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. അതുപോലെ തന്നെ നന്മ തിന്മ ഡിഫൈൻ ചെയ്യാൻ അവർക്ക് കഴിയില്ല, അത് വെറും പദാർത്ഥങ്ങളുടെ സങ്കരം മാത്രമാണ്, കൂടിച്ചേരലുകൾ മാത്രമാണ് എന്നവർ പറയുമ്പോൾ അതൊക്കെ വലിയ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു നിലയിലേക്ക് തന്നെയാണ് എത്തിക്കുന്നത്. അതിന് വളരെ കൃത്യമായിട്ടുള്ള നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഉദാഹരണങ്ങളൊക്കെ അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ്. ബേസിക്കലി ഈ ഒരു പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പറയുന്ന മറ്റൊരു
പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ മനുഷ്യന് സഫറിങ്സ് ഉണ്ടാകുന്നു. ഞാൻ ഈ വിഷയം വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ കാരണം, ഇന്ന് നമ്മൾ കാണുന്ന ഈ നിയോ തീയിസം ഇതിലേറ്റവും കൂടുതൽ ഉന്നയിക്കപ്പെടുന്ന കാര്യം തന്നെ ഇതാണ്. മനുഷ്യന് പ്രോബ്ലംസ് ലോകത്ത് ഉണ്ടാകുന്നു, അവന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ദൈവം എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു. അപ്പോൾ ആ ഒരു വൈകാരികമായിട്ടുള്ള ഒരു അർത്ഥത്തിലൂടെ ആളുകൾ നിരീശ്വരവാദത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഒരു ഉറുമ്പിൻ്റെ ഉദാഹരണം പറഞ്ഞു വെക്കണം, ഇതിൽ പറഞ്ഞു വെക്കുന്നതല്ല, ഒരു ഉറുമ്പിൻ്റെ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഉറുമ്പ് ഒരു പരവതാനിയിലൂടെ നടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം അത് വെള്ളയും അല്ലെങ്കിൽ ചുവപ്പോ കറുപ്പോ ഒക്കെ നിറത്തിലുള്ള വെറും നൂലുകൾ മാത്രമാവാം. ആ നൂലുകളുടെ ഇടയിലൂടെ പോകുന്ന ഒരു ഉറുമ്പ് അതിന് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുള്ളൂ. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ഒരു പരവതാനിയെ പൂർണ്ണമായിട്ട് കാണുകയും അതിനൊരു കൃത്യമായിട്ടുള്ളൊരു ഭംഗിയുണ്ട് എന്ന് നമ്മൾ ആസ്വദിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഒരു കഥ പറയുകയാണ്. ഒരു വിദ്യാർത്ഥി, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ കഥ, വളരെ നമ്മുടെ വിഷയത്തിനോട് സ്യൂട്ടായിട്ടുള്ളൊരു കഥ ആയതുകൊണ്ട് പറയാം. അത് കൊടുക്കുന്ന ഒരു ഗുണപാഠം എന്നുള്ളത് വേറെതായിരിക്കാം. ഒരു ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികളോട് അധ്യാപകൻ പറയാണ്, വൈറ്റ് ബോർഡിൽ ഒരു ബ്ലാക്ക് ഡോട്ട് ഇട്ടിട്ട് ഇതിനെക്കുറിച്ച് എഴുതൂ എന്ന് പറഞ്ഞപ്പോൾ വിദ്യാർത്ഥികളെല്ലാം ആ ബ്ലാക്ക് ഡോട്ടിനെ കുറിച്ച് എഴുതി. അധ്യാപകൻ ചോദിച്ചു, ഇത്രയും വിശാലമായി കിടക്കുന്ന ഈ വൈറ്റ് സർഫസിനെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് എഴുതുന്നില്ല? അപ്പോൾ അതുപോലെ ഈ പ്രപഞ്ചത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു പിക്ചർ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വീടിനെ നമ്മൾ ഉദാഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വെറും ഒരു ഇഷ്ടിക പോലെയാണ്, ഒരു മൂലയിലുള്ള ഒരു കല്ല് പോലെയാണ്. എന്നാൽ ആ വീടിൻ്റെ പൂർണ്ണമായിട്ടുള്ള സൗന്ദര്യം അത് മറ്റൊന്നാണ്. അത് പൂർണ്ണമായിട്ട് അറിയുക തന്നെ വേണം. ഒരു പിക്ചറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പിക്ചറിൻ്റെ ഒരു മൂലയിൽ ഒരു ബ്ലാക്ക് ഡോട്ട് വന്നാൽ ആ ബ്ലാക്ക് ഡോട്ടിനെ കുറിച്ച് നമ്മൾ വാചാലരാകും. പക്ഷെ ആ പിക്ചറിൻ്റെ ആകമാനം ഇത് ഇന്ന അർത്ഥങ്ങൾ നൽകുന്നു എന്ന് നമ്മൾ അതിലൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പറഞ്ഞു വെക്കുന്നത്, ഈ ലോകത്തിന് ശേഷം മറ്റൊരു ലോകം ഉണ്ടാവുക എന്നുള്ളത് ലോജിക്കലി അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ അനിവാര്യമായിട്ടുള്ളൊരു കാര്യത്തെ വളരെ വിശാലമായിട്ട് അദ്ദേഹം പറയുകയും ഈ മിസോത്തീസത്തെക്കുറിച്ചും ഗോഡ് ഹൈറ്റ് അത് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അതിന് നമ്മളെങ്ങനെ അവർ ട്രീറ്റ് ചെയ്യണം, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇൻ്റലക്ച്വലി മാത്രമല്ല, സൈക്കോളജിക്കലി, ഫിലോസഫിക്കലി, സ്പിരിച്വലി, ഇമോഷണലി ഒക്കെയാണ് മനുഷ്യൻ. ഈ ഇമോഷണലി ഉള്ള മനുഷ്യനെ നമ്മൾ ബുദ്ധിപരമായിട്ട് മാത്രം ട്രീറ്റ് ചെയ്യൽ സാധ്യമല്ല. ബുദ്ധിപരമായിട്ട് നമ്മൾ ആർഗ്യുമെൻറ്റുകൾ ഉന്നയിക്കും, ഇമോഷണലി അവർ നാസ്തികതയിലേക്കും ദൈവനിഷേധത്തിലേക്കും പോകും. അപ്പോൾ അതിനെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ വ്യൂ പോയിന്റിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ പഠിക്കണം, കൂടുതൽ മനസ്സിലാക്കണം, അതിന് സാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം എന്തായാലും എല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകമാണ്. സാപ്പിയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയിട്ടുള്ള ഹംസ സോഴ്സസിൻ്റെ ഈ ഒരു പുസ്തകം നമ്മളൊക്കെ മുന്നോട്ട് വെക്കുന്ന തീം, ഐഡിയൽ ഹ്യൂമൻ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് ഇതിൻ്റെ ഉള്ളകങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദഅ്വത്തിൻ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.